ഈ പഴയ പോലെ ഒന്നും നടക്കില്ല എന്ന് ഞാൻ പറയാണ് ഇപ്പൊ ഇരുന്നിട്ട്. അപ്പോൾ ശ്വേതയ്ക്ക് ഈ വലിയൊരു ഓർഗനൈസേഷൻ, ശ്വേത വൈസ് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പം പ്രസിഡന്റ് ആയി. പക്ഷേ വേറൊരു ഒരു കാലഘട്ടം വേറെയാണ്, ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളുണ്ട്. അമ്മയുടെ ഇമേജിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ശ്വേതയ്ക്ക് ആദ്യം തന്നെ ഒരു പബ്ലിക് ഇമേജ് ഇമ്പ്രൂവ് ചെയ്യുക, പിന്നെ അമ്മയുടെ പ്രവർത്തനങ്ങളിൽ, പിന്നെ ഇപ്പം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നമ്മൾ ബോംബെ താമസിക്കുന്ന ആൾക്കാരോട് പ്രത്യേകിച്ച് പറയുന്നത് മലയാള സിനിമയാണ് ഇന്ത്യയിലെ ബെസ്റ്റ് സിനിമ എന്നുള്ളൊരു ഇമേജ് വന്നിട്ടുണ്ട് നമുക്ക് ഓൾറെഡി. അപ്പം നമ്മൾ ഇത്രയും നല്ല കഴിവുള്ള ക്രിയേറ്റീവ്ലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ലോകമാണ്. ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ടോപ്പ് റാങ്കിങ് ആയിട്ടുള്ള ആക്ടറാണ് എല്ലാ കാര്യം. അത്രയും നിൽക്കുമ്പോൾ ഓർഗനൈസേഷൻ ഇങ്ങനെ ഒരു ലെവലിലാണ് എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ആ ഒരു ഇമേജ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ശ്വേത നയിക്കാൻ, അതിന് ചേഞ്ച് ചെയ്യാൻ പറ്റും, നല്ലൊരു ഇമേജ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഒരു എന്താ പറയുക, വോയിസ് ഓഫ് യൂണിറ്റി എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഐക്യത്തിന്റെ ഒരു ശബ്ദമായി മാറട്ടെ കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ മീഡിയ. ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി ഉണ്ടായിട്ടുള്ളത് ഐക്യകണ്ഠേന എന്ന് പറയാവുന്ന രീതിയിൽ അത്രയും കൺവിൻസിംഗ് ആയിരുന്നു സപ്പോർട്ട്. നമുക്ക് കിട്ടിയ എല്ലാ ഈ ന്യൂസ് കണ്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവരും. നമ്മുടെ സിനിമാ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റാണ് ശ്വേതാജി ഇപ്പോൾ. എല്ലാത്തിനും തൻ്റെതായ അഭിപ്രായമുള്ള സ്ത്രീ. കുറച്ചുനാൾ മുന്നേ ഇവരുടെ മേലിൽ കുറ്റം ആരോപിച്ച് ഒരാൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നതായിരുന്നു കുറ്റം. അതെ, അത് കുറ്റം തന്നെയാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ അത് നടക്കാത്ത സംഭവമാണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. നാളുകൾക്ക് മുന്നേ ശ്വേതാജി അഭിനയിച്ച് കളിമണ്ണ്, രതിനിർവേദം, പാലാരി മാണിക്യം എന്ന മൂവിയൊക്കെ തപ്പിപ്പിടിച്ചോണ്ട ആള് വന്നേക്കുന്നത്. അമ്മയുടെ ഇലക്ഷന് മുന്നോടിയായി തന്നെ ഇങ്ങനൊരു കുറ്റാരോപണവുമായി മാർട്ടിൻ സാറ് വരണമെങ്കിൽ സാമാന്യം ബോധമുള്ളവർക്കറിയാമല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന്. അതൊക്കെ പോട്ടെ, അമ്മയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ശ്വേതാജി എന്നും ഒരു തുടക്കമായിരിക്കട്ടെ.